ഞാനിവിടെ സിമ്പിളായിട്ട് റെസിപ്പി ചെയ്യാൻ പോകണം. വീട്ടിലെല്ലാവർക്കും കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ്. സിമ്പിളായിട്ടൊരു എഗ് സാൻഡ്വിച്ച്. മെയിൻലി വേണ്ടത് സാൻഡ്വിച്ചിന് വേണ്ടത് ലെറ്റ്യൂസ്, പിന്നെ വൈറ്റ് പെപ്പർ, സോൾട്ട്, പിന്നെ ഹണി, പിന്നെ മയോണൈസ്, പിന്നെ മസ്റ്റർഡ്, പിന്നെ വന്നിട്ട് നമ്മുടെ തക്കാളി, പിന്നെ പച്ചമുട്ട, നമ്മൾ അതിനെ ഫ്രൈഡൊക്കെ ആക്കാൻ പോവാണ്. പിന്നെ വന്നിട്ട് കുക്കുംബർ. അപ്പോൾ ഇതിനകത്ത് ഹണി ഉണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ വന്ന് സോൾട്ട് ഉണ്ട്, പെപ്പർ ഉണ്ട്, പിന്നെ വന്നിട്ട് നമ്മുടെ മസ്റ്റർഡ് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ലൈറ്റ് ഒരു ഉണ്ടല്ലോ യെല്ലോയിഷ് കളറായിട്ട് വരും. അപ്പോൾ ഫൈനലി ഇത്രയാണ് ആവശ്യം. ബ്രെഡ്, ഫ്രൈഡ് എഗ്, ടൊമാറ്റോ, കുക്കുംബർ, പിന്നെ വന്നിട്ട് നമ്മുടെ സോസ്. അപ്പോൾ ഇത്രയും വെച്ച് പിന്നെ ലെറ്റ്യൂസും കൂടെ വെച്ച് പെട്ടെന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കില്ല. സൈഡ് നമ്മൾ ഈ സൈഡ് അപ്ലൈ ചെയ്യുന്നു, ഉണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അപ്ലൈ ചെയ്ത് അപ്പോൾ ഇങ്ങനെയും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തു. കുക്കുംബർ വെക്കുക, എഗ്ഗ് വെച്ചിട്ട് നമ്മൾ ഒരു ലെറ്റ്യൂസ് കൂടെ വയ്ക്കുക. ലെറ്റ്യൂസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടൊമാറ്റോ വയ്ക്കുക. ഒരു 3 പീസ് ടൊമാറ്റോ മതി. ടൊമാറ്റോ വെച്ചത് എന്നിട്ട് അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഹോളായിട്ട് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് എല്ലാവർക്കും തന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഈ സാധനോട് നമ്മൾ തിരിച്ച് അടയ്ക്കുമ്പോൾ 4 സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ സാൻഡ്വിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സാൻഡ്വിച്ച് കിടിലാണ് കേട്ടോ. കിടിലാണ്. ഹണിയും ആ വെജിറ്റബിളും ആ എഗ്ഗും ആ ലെറ്റ്യൂസൊക്കെ വരുമ്പോൾ കിടിലാണ്. സൂപ്പറായിട്ടുണ്ട്. കിടില